ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദന ഭാഗം 1628. ഇന്ന് ജൂൺ മാസം 15-ാം തീയതി 167-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്യമായി ചെയ്യാറില്ല. സ്വകാര്യതയിലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാര്യങ്ങൾ. അങ്ങനെ ഏതൊരു മനുഷ്യനും ഈ പരസ്യ രഹസ്യ ജീവിതമുണ്ടാവും, സ്വകാര്യ ജീവിതമുണ്ടാവും. ഒന്നും വേണ്ടെന്നല്ല, എല്ലാത്തിനും ഒരു അതിരും പരിധിയുമൊക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്തുയേശു ഒരിക്കൽ പറഞ്ഞിരുന്നു, സ്വകാര്യതയില് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന്. അങ്ങനെ കേൾക്കുമ്പോ ശരിക്കും ഒരു അത്ഭുതം തോന്നും. അത് യേശുവിന് നിരക്കാത്തൊരു കാര്യമല്ലേ എന്നൊരു സംശയമുണ്ടാവും. സ്വകാര്യതയിൽ നിർവഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ടത്രേ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തില് ഒരു 3 കൂട്ടം കാര്യങ്ങൾ അങ്ങനെ സ്വകാര്യതയിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് ശാഠ്യം പിടിച്ച് യേശു പറയുന്നുണ്ട്. അതിന്റെ കാരണം, ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരസ്യമായി ചെയ്യാനായിട്ട് വല്ലാതെ ബന്ധപ്പെടുന്നു, വല്ലാതൊരു ആവേശം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പലതും നമ്മൾ ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ, ആവേശം കാട്ടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതിങ്ങനെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്, അതിങ്ങനെ അഭിനന്ദനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്, സമൂഹത്തില് സ്വയം മിടുക്കനാവാൻ വേണ്ടിയാണ്. ക്രിസ്തുയേശു പറയുകയാണ്, ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ഏറ്റവും രഹസ്യമായിട്ട് നീ ചെയ്യണം, മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടാകരുത്. ഈ ജൂൺ മാസമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പഠനോപകരണങ്ങളുടെ വിതരണ ചിത്രം നമ്മൾ കാണേണ്ടി വരുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ ദാനം ചെയ്യാതിരിക്കുക. എന്നിട്ട് പറഞ്ഞു, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാതിരിക്കാൻ സൂക്ഷിക്കുക. അത്രത്തോളം രഹസ്യത്തില് കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് യേശു പറയുകയാണ്. രണ്ടാമത് യേശു പറയുന്നത് പ്രാർത്ഥനയാണ്. അതും ഇന്നൊരു വലിയ പരസ്യ പ്രകടന പരിപാടിയായി മാറിയ കാലത്ത് മുറിക്കുള്ളിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ യേശു ഉപദേശിച്ചിട്ടുണ്ട്. നമ്മളതും അറിയാതെയോ ശ്രദ്ധിക്കാതെയോ പോകുന്നുണ്ട്. സമൂഹ ആരാധനയൊന്നും വേണ്ടെന്നല്ല, ഒരു സ്വകാര്യ പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണെന്നാണ് ഈ തിരിച്ചറിവ്. ഒടുവിൽ യേശു പറയുന്നത് ഉപവാസമാണ്. അതും മനുഷ്യരെ ബോധിപ്പിക്കാനും അറിയിക്കാനും കാണിക്കാനും വേണ്ടി ആകരുതെന്ന്. ഉപവാസങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ വലിയ പരസ്യ പ്രചരണ ഭാഗമായി നടത്തപ്പെടുന്നു. രഹസ്യത്തിൽ നിർവഹിക്കാനാണ് യേശു ഉപദേശിക്കുന്നത്. അങ്ങനെ ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വകാര്യതയിൽ നിർവഹിക്കപ്പെടുമ്പോൾ സമൃദ്ധിയായി അതിനുമീതെ ദൈവിക പ്രതിഫലം കിട്ടും. അങ്ങനെ ആവണം. അങ്ങനെ ആകാനായിട്ട് ഞാനും തീരുമാനിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.